നമുക്ക് സിമ്പിളായിട്ടൊരു പായസം വെച്ചാലോ? സേമിയ പായസമാട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് അടപ്രഥമനോടാണ് കൂടുതൽ താല്പര്യം. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം സേമിയ കേട്ടോ. പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായിട്ട് ഉണ്ടാക്കിയതല്ല കേട്ടോ. എനിക്കത് കഴിക്കാൻ ഒരു പൂതി തോന്നി അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ പായസം ഉണ്ടാക്കി ഇപ്പോൾ അധികം കൂട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ മിക്സിയിൽ തന്നെ എല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് നെയ്യും മിൽക്ക് മെയ്ഡും മാത്രമേ ആവശ്യമുള്ളൂ. അതിന് വേണ്ടിയിട്ട് പോട്ട് ഞാൻ അടുപ്പത്തോട്ട് കയറ്റി ചൂട് പിടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം പാല് പൊട്ടിച്ചൊഴിച്ചു കേട്ടോ. 2 കവർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തുള്ളൂ കേട്ടോ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ആ പായസത്തിൻ്റെ പാലിൻ്റെ കട്ടിക്ക് കുറവ് വരും. പിന്നെ കുറച്ചും കൂടി മധുരം അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. എനിക്ക് മധുരം നല്ല ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ ചായക്കാണെങ്കിലും തേൻ മധുരത്തിലാണ് ഞാൻ കുടിക്കാറ്. പിന്നെ പാല് കുറേ നേരം നോക്കി തിളയ്ക്കാണ്ടായപ്പോൾ ഞാൻ പിന്നെ മൂടി വെച്ച് കുറച്ച് നേരം. പിന്നെ തിള വന്നപ്പോൾ ആ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് അത് ഇളക്കി. അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ അത് അടി പിടിക്കാതെയും കട്ട പിടിക്കാതെ ഇരിക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് കേട്ടോ ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും 2 എണ്ണം എത്തി, ഓരോരോ പരാതിയും പരിഭവമായിട്ട്. പിന്നെ മധുരത്തെ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തു. പിന്നെയും ഇളക്കൽ ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നല്ല രീതിക്ക് തിളച്ച് ഇവിടെ പായസം റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം കുറച്ച് പച്ച നെയ്യും കൂടി ഇട്ട് കൊടുത്തു. അത് അടച്ചു വെച്ചു. അപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.